ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ലോകം ഉണർന്നത് നടക്കുന്ന ഒരു വാർത്ത കേട്ടുകൊണ്ടാണ്. കഴിഞ്ഞ 37 വർഷമായി ഇറാൻ്റെ നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടിരിക്കുന്നു. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ അതിശക്തമായ മിസൈൽ ആക്രമണത്തിലാണ് ഖമേനിയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടത്. ഈ സംഭവം മിഡിൽ ഈസ്റ്റിനെ ഒരു വലിയ യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ? ഇറാൻ്റെ അടുത്ത നീക്കം എന്തായിരിക്കും? ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഫെബ്രുവരി അവസാന വാരത്തിൽ ആരംഭിച്ച് മാർച്ച് 1-ാം തീയതിയോടെ സ്ഥിരീകരിക്കപ്പെട്ട ഓപ്പറേഷൻ റോറിംഗ് ലയൺ ടെഹ്റാനിലെ ഖമേനിയുടെ വസതിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിൻ്റെ മകൾ, കൊച്ചുമകൾ, IRGC കമാൻഡർ എന്നിവരും കൊല്ലപ്പെട്ടു. ഡൊണാൾഡ് ട്രംപ് ഈ വാർത്ത ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇറാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇറാനിൽ ഇപ്പോൾ 40 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തെരുവുകളിൽ വൻ പ്രതിഷേധങ്ങൾ നടക്കുന്നു. ഖമേനിക്ക് പകരം താൽക്കാലികമായി ഒരു 3-അംഗ കൗൺസിൽ ഭരണം ഏറ്റെടുത്തു. ആര് വരും അടുത്തത്? ഖമേനിയുടെ മകൻ മൊജ്തബ ഖമേനി അടുത്ത നേതാവാകുമോ? അതോ സൈന്യം അധികാരം പിടിച്ചെടുക്കുമോ? ഇറാനിലെ ജനങ്ങൾക്കിടയിൽ ഈ ഭരണമാറ്റം വലിയ വിപ്ലവത്തിന് കാരണമാകാൻ സാധ്യതയുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. ലോകരാജ്യങ്ങളുടെ പ്രതികരണം എന്താണ്? ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതീവ ജാഗ്രതയിലാണ്. കാശ്മീരിലും ലഡാക്കിലും ഖമേനിയുടെ മരണത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നു. ഇറാൻ ഇതിനോടകം തന്നെ ഇസ്രായേലിന് നേരെ മിസൈലുകൾ തൊടുത്തുവിട്ടു കഴിഞ്ഞു. ഇതൊരു 3-ാം ലോക മഹായുദ്ധത്തിന് കാരണമാകുമോ എന്ന ഭീതിയിലാണ് ലോകം. ഇറാനിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഖമേനിയുടെ അന്ത്യം ഒരു പുതിയ വിപ്ലവത്തിൻ്റെ തുടക്കമാകുമോ?